ബീഹാറിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. നീണ്ട കാലത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് നിതീഷ് കുമാർ സ്ഥാനമൊഴിയുന്നതോടെ ബീഹാറിന്റെ ഭരണസാരഥ്യം ബി.ജെ.പി. നേരിട്ട് ഏറ്റെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ബീഹാർ ജനത നൽകിയ പിന്തുണയുടെ കരുത്തിൽ ഒരു പുതിയ മുഖ്യൻ നാളെയോ മറ്റന്നാളോ അധികാരമേൽക്കും. നിതീഷ് കുമാറിന്റെ ഭരണപരിചയവും ബി.ജെ.പിയുടെ നിശ്ചയദാർഢ്യവും കൈകോർക്കുന്നതോടെ ബീഹാർ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ വേഗത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുമെന്നുറപ്പാണ്. അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ബി.ജെ.പി. കൈവരിച്ച ഈ നയതന്ത്ര വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ.ഡി.എയുടെ അപ്രമാദിത്വം ഉറപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 14-നോ 15-നോ പുതിയ സർക്കാർ അധികാരമേൽക്കും. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദമൊഴിയുന്നത്. ഏപ്രിൽ 14-ന് അദ്ദേഹം തന്റെ അവസാന മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബീഹാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായേക്കും. തുടർന്ന് അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണർ സയ്യിദ് അദ ഹസ്നൈന് രാജിക്കത്ത് നൽകും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നുണ്ടെങ്കിലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിലും വികസനത്തിലും നിതീഷ് കുമാറിന്റെ സാന്നിധ്യം സജീവമായിരിക്കുമെന്ന് ജെ.ഡി.യു നേതൃത്വം വ്യക്തമാക്കി. ബീഹാറിലെ തവണ ബി.ജെ.പിയിൽ നിന്നുള്ള ഒരു പുതിയ മുഖം മുഖ്യമന്ത്രിയാകുമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചന. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ പ്രത്യേക നിരീക്ഷകനായി ബി.ജെ.പി. നിയമിച്ചു. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തവും താൻ വിശ്വസ്തയോടെ നിറവേറ്റുമെന്ന് നിരീക്ഷകനായി നിയമിതനായ ശേഷം ചൌഹാൻ പ്രതികരിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് ബി.ജെ.പി. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനു മുന്നോടിയായി പാർട്ടി എം.എൽ.എമാരുമായും എൻ.ഡി.എ സഖ്യകക്ഷികളായ ജെ.ഡി.യു, എൽ.ജെ.പി, ആർ.എൽ.എസ്.പി തുടങ്ങിയ പാർട്ടികളുമായും ചർച്ചകൾ നടക്കും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിലും എൻ.ഡി.എ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ നിതീഷ് കുമാറിന്റെ മാർഗനിർദ്ദേശങ്ങൾ തുടരുമെന്ന് ജെ.ഡി.യു വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ സാ പറഞ്ഞു. 2025-30 കാലയളവിലേക്കുള്ള ജനവിധി നേടിയത് എൻ.ഡി.എയുടെ പിന്തുണയോടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ്. പുതിയ സർക്കാർ അദ്ദേഹത്തിന്റെ വികസന നയങ്ങൾ പിന്തുടരും. പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിൽ തന്നെയായിരിക്കുമെന്നും സഞ്ജയ് കുമാർ പറയുന്നുണ്ട്. ബീഹാറിൽ ജെ.ഡി.യുവിന്റെ വലിയ പങ്കാളിയായിരുന്ന ബി.ജെ.പി. നേരിട്ട് ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. 2025-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള നീക്കമായാണ് ബി.ജെ.പി. ഇതിനെ കാണുന്നത്. നിതീഷ് കുമാറിന്റെ ഭരണപരിചയവും ബി.ജെ.പിയുടെ സംഘടനാ കരുത്തും ചേർത്തുവെച്ച് മുന്നോട്ടു പോകാനാണ് എൻ.ഡി.എയുടെ ലക്ഷ്യം. പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള ആകാംക്ഷയിലാണ് ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളും ജനങ്ങളും. അടുത്ത 2 ദിവസങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് വികസനത്തിന്റെ പുതിയൊരു യുഗപ്പിറവിയാണ്. ജംഗൽ രാജിനും കുടുംബവാഴ്ചയ്ക്കും ബീഹാർ മണ്ണിൽ ഇനി സ്ഥാനമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ബി.ജെ.പിയുടെ ഈ മുന്നേറ്റം നൽകുന്നത്. മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം മുറുകെ പിടിച്ച് ബി.ജെ.പി. നേരിട്ട് ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നുറപ്പാണ്. നിതീഷ് കുമാറിന്റെ അനുഭവ സമ്പത്തും ബി.ജെ.പിയുടെ യുവത്വവും ആവേശവും ചേരുമ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് മറുപടിയില്ലാത്ത വിജയം എൻ.ഡി.എ സ്വന്തമാക്കും. ബീഹാറിന്റെ വികസനത്തിന്റെ അതിവേഗ പാതയിലാണ്. താമര വിരിയുന്ന മണ്ണിൽ വികസനത്തിന് സദ്ഭരണം ഇനി ജനങ്ങളിലേക്ക് നേരിട്ടെത്തും.